നമസ്കാരം. മൊണാലിസ ബോസ്ലെ ഇപ്പം കേരളത്തിലെ സെലിബ്രിറ്റി ആണല്ലോ ആ കുട്ടി. ലോകം മുഴുവൻ അറിയും, കേരളം മാത്രമല്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പട്ടിണിയും പരിവട്ടവുമായിട്ട് റോഡ് തിണ്ടി മാല വിറ്റ് നടക്കുകയാണ് ആ കുട്ടി. ഇപ്പം അതിനൊന്ന് ഗതി പിടിച്ചു. വാസ്തവത്തിന് 10 ആൾ അറിയാൻ തുടങ്ങി, ഒരു സെലിബ്രിറ്റി ആയി തുടങ്ങി, കയ്യിൽ 10 രൂപ കൂടുതൽ വന്നു തുടങ്ങി, പട്ടിണിയും പരിവട്ടവും മാറി. അതൊരു കല്യാണം കഴിച്ചു, പ്രേമിച്ചു കല്യാണം കഴിച്ചു. ഇപ്പം എല്ലാ സംഘപരിവാർ സംഘികളും സംഘിണികളും എല്ലാ വിഷങ്ങളും ഇളകിയിരിക്കുകയാണ്. കേരളത്തിലൊരു വിഷമുണ്ടല്ലോ, അത് കഴിഞ്ഞ ഈ വിവാഹം നടന്നതിന് ശേഷം ഏതെല്ലാം രീതിയിൽ അവഹേളിച്ച് സംസാരിക്കാമോ അതൊക്കെ സംസാരിച്ചു. കേരള വിഷകല, അതുപോലെ തന്നെ ഇന്ത്യൻ വിഷകലയുണ്ട്, ഭാരത വിഷകല. അതാണ് സാധ്വി പ്രാച്ചി. എന്തൊരു പേരാത്, പ്രാച്ചി. നിങ്ങളുടെ മകൾക്ക് അങ്ങനെ പേരിടോ, പ്രാച്ചി. നിങ്ങളുടെ അമ്മയുടെ പേര് പ്രാച്ചി എന്നാണെങ്കിൽ നിങ്ങൾ പറയില്ലേ, അമ്മയുടെ പേര് പ്രാച്ചി എന്നൊന്നുമില്ല, രാധ എന്നാണെന്നൊക്കെ നമ്മൾ മാറ്റി പറയില്ലേ. പ്രാച്ചി എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു തരം ഒരു പിശാചിന് ഇടാൻ പറ്റിയ പേരായിട്ടില്ലേ നമ്മൾ തോന്നുക. കുട്ടൂസൻ എന്നൊക്കെ പറഞ്ഞ പോലെ, കുട്ടൂസനൊക്കെ ഇപ്പോൾ നല്ല പേരാ വാസ്തവത്തിന്. ഡാഗിനി, പ്രാച്ചി, ഇതെല്ലായിടത്തും എല്ലാം. അതായത് വായ തുറന്നാൽ കാളകൂട വിഷം. അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, മൊണാലിസയെ ഞങ്ങൾ 35 കഷ്ണങ്ങളാക്കും. കേരളത്തിൽ വന്നിട്ട് പറ്റില്ല. കേരളത്തിൽ വന്നിട്ട് 35 കഷ്ണങ്ങളാകുന്ന ഈ സാധി പ്രാച്ചി ആയിരിക്കും. മധ്യപ്രദേശ് സ്വദേശിനി. ഇപ്പോൾ മധ്യപ്രദേശ് സ്വദേശിനിയാണെങ്കിലും ആ കുട്ടിയുടെ ജനനം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലോകം അറിയുന്നുണ്ട്. അത്രയും സെലിബ്രിറ്റി, സിനിമാ നടിയായി. അവർ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്താലും അത് വൈറലാണ്. മൊണാലിസ ബോസ്ലെ, അവർ ഉത്തർപ്രദേശിലെ ബാഗ്പട്ടിൽ നിന്നുള്ള ഒരു യുവാവ്. പേരാണ് പ്രശ്നം കേട്ടോ. എന്താ പേര്? ഫർമാൻ ഖാൻ. അവിടെ പിന്നെ മനുഷ്യര് വിവാഹം കഴിച്ച ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചാൽ ഇന്നും വാസ്തവത്തിൽ ഇന്ത്യക്കാർക്ക് ഇതെന്താ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, അതെന്താ അങ്ങനെ? അത് നമ്മുടെ ഇന്ത്യക്കാർ ചോദിക്കുക. അത്രത്തോളം ഇന്ത്യക്കാർ വളർന്നിട്ടില്ല. പക്ഷേ ഇവിടെ വിവാഹം കഴിച്ചത് ആര് തമ്മിലാണ്? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും തമ്മിലാണ് വിവാഹം കഴിച്ചത്. പ്രായപൂർത്തിയായിട്ടുള്ള ആൺകുട്ടിയും പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിയും വിവാഹം കഴിച്ചു. 2 പേരും സിനിമയിൽ അഭിനയിക്കുന്നവരാണ്. 2 പേർക്കും വരുമാനമുണ്ട്. 2 പേരും അന്യോന്യം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എന്താ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. മൊണാലിസ ഹിന്ദു പെൺകുട്ടിയെയാണ്. ഞാനൊരു കാര്യം തുടക്കത്തിൽ തന്നെ ചോദിച്ചോട്ടെ. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? പട്ടിണിയും പരിവട്ടവുമായിട്ട് ആ കുട്ടിയുടെ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു സഹോദരനോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവർ എവിടെയൊക്കെ എന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ കേരളത്തിൽ പൊരി, കടല, മുറുക്കൊക്കെ വിൽക്കാൻ വേണ്ടി എവിടെയൊക്കെ, അതുപോലെ തന്നെ പി ബലൂണൊക്കെ വിൽക്കാൻ വേണ്ടി എവിടെയൊക്കെ വേല നടക്കുന്നു, എവിടേക്ക് ഉത്സവം നടക്കുന്നു, അവിടെയൊക്കെ എത്തുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മൾ അവരിൽ നിന്ന് വലിയ രീതിയിൽ വില കൽപ്പിച്ച് കാണാറില്ല. ഇവിടെയല്ല, ഉത്തരേന്ത്യയിലാണെങ്കിലും ഉത്തരേന്ത്യയിൽ ഇങ്ങനെയുള്ള ആളുകൾ, നൊമാഡിക് ആയിട്ടുള്ള ആളുകൾ, തെണ്ടി നടക്കുന്നവരൊക്കെ ആയിട്ട് അവരെ കാണുള്ളൂ, വില കൊടുക്കാറില്ല. അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായിട്ട് റോഡ് തെണ്ടി രുദ്രാക്ഷമാല വിറ്റ് നടക്കുന്ന സമയത്ത് ഈ ഹിന്ദു പെൺകുട്ടിയെ കരകയറ്റാൻ ഇവർക്ക് ആർക്കെങ്കിലും പറ്റുമോ? അതിന് ദൈവം തന്നെ വേണ്ടി വന്നു. ആരൊരാൾ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ അത് പ്രദർശിപ്പിച്ചു. ഉടനെത്തരം മറ്റുള്ളവരും വന്ന് ഫോട്ടോ എടുത്തു. അയ്യോ, ഇത് എന്തൊരു കുട്ടിയാണത്, എന്തൊരു മുഖമാണത്, എന്തൊരു ചിരിയാണത്, എന്തൊരു കണ്ണാണ് അവളുടേത്, എന്തൊരു മുടിയാണ് അവളുടേത്, എന്തൊരു തരം ഭാഷണമാണ് അവളുടേത്. ഉടനെ തന്നെ അവർ സമൂഹത്തിലൊരു മുഖ്യധാരാ ജീവിതത്തിൽ അവളുടെ ചിത്രം പടർന്നൊഴുകാൻ തുടങ്ങി. സിനിമാ നടിയെ, കയ്യിൽ വേണ്ടത്ര പൈസ, ഉദ്ഘാടനങ്ങൾ. നമ്മളുടെ ബോബി ചെമ്മണ്ണൂർ അവരുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ഈ പെൺകുട്ടിയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 25 ലക്ഷം രൂപ കയ്യിൽ അദ്ദേഹം കൊടുക്കും. അത് മാലയായിട്ടും പൈസയായിട്ടും പല രൂപത്തിൽ അദ്ദേഹവും കൊടുത്തു. അവരുടെ ജീവിതത്തിനൊരു അടിസ്ഥാനമുണ്ടായി, ഒരു അന്തസ്സുണ്ടായി. അത്ര വന്നപ്പോഴേക്കും അവൾ ആരായി? അവൾ ഹിന്ദുവായി. റോട്ടിൽ കൂടെ തേരാപ്പാര പിച്ച തണ്ടി നടക്കുന്ന ഒരാൾ ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയല്ല, മുസൽമാനല്ല. അയാളെ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ
ഉടനെ തന്നെ നോക്കും അയാളുടെ നെറ്റിയിൽ പൊട്ടുണ്ടോ, കയ്യുമ്പോൾ ചരടുണ്ടോ, അയാളുടെ കഴുത്തിൽ രുദ്രാക്ഷമുണ്ടോ. ഈ തല്ലിയത് ആരാണ്? തല്ലിയതൊരു ക്രിസ്ത്യാനിയാണ്, തല്ലിയതൊരു മുസ്ലിമാണ്. ഉടനെ തന്നെ ഇയാളുടെ ശവം എടുത്തുകൊണ്ട് നടപ്പായി, ശവം എടുത്തുകൊണ്ട് നാമജപ ഘോഷയാത്രയായി, അതൊരു സുവർണാവസരമാക്കി മാറ്റാനുള്ള ശ്രമമായി. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ആഹാരത്തിന് ചോദിച്ചാൽ പോ എന്ന് പറഞ്ഞ് ആട്ടുന്നവരാണ് ഇവരൊക്കെ. ഇപ്പം ഏതായാലും ഫർമാൻ ഖാനും മൊണാലിസ ബോസ്ലെയും തമ്മിലുള്ള വിവാഹം ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ആരാണ് ചർച്ച ചെയ്യുന്നത്, ആരാണ് വിവാദം? ഇവർ തന്നെ, ഈ സംഘിപ്പണ്ടാരങ്ങൾ തന്നെ. പ്രയാഗ്രാജ് മഹാകുംഭമേള നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ കണക്കില്ലാത്ത ആൾക്കാർ വന്ന തുറലും മെഴുകലും അവിടെ മുഴുവൻ ചളിക്കുളമാക്കി മാറ്റി വയ്ക്കും നമുക്കറിയാം. പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ തൻ്റെ കണ്ണുകളുടെ പ്രത്യേകത കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള കുട്ടിയാണ് മൊണാലിസ. അവളുടെ കാമുകൻ ഫർമാൻ ഖാനെ വിവാഹം കഴിച്ചത് വലിയ വിവാദങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ വിഷയത്തിൽ അതിതീവ്രമായിട്ടുള്ള വർഗീയ പരാമർശങ്ങളുമായിട്ട് ഒപ്പം ഭീഷണിയുമായിട്ട് തീവ്ര ഹിന്ദു നേതാവായിട്ടുള്ള എന്ത് ഹിന്ദു നേതാവ്, ഏത് ഹിന്ദുവിനാണ് ഇവിടെ തീവ്രതയുള്ളത്? അഥവാ തീവ്രതയുള്ളവൻ ഹിന്ദുവല്ല. അവനെ സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുതയാണ് അവൻ്റെ മുഖമുദ്ര, തീവ്രതയല്ല അവൻ്റെ മുഖമുദ്ര. യുദ്ധക്കളത്തിൽ പോലും അർജുനൻ പറയുന്നത് എന്തിനാണ് കൃഷ്ണ ഈ യുദ്ധം? എനിക്ക് യുദ്ധവും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട, അതിൽ നിന്നുള്ള സുഖസൗകര്യങ്ങളും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇതിഹാസത്തിൻ്റെ കാലം മുതൽക്ക് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വായ തുറന്നാൽ കാളകൂട വിഷം. അതാണിപ്പോൾ ഹിന്ദു തീവ്രവാദികൾ, അവരെ ഹിന്ദു തീവ്രവാദികൾ എന്ന് വിളിക്കേണ്ടത് ഹിന്ദുത്വവാദികൾ, അതായത് സംഘപരിവാറിൻ്റെ ആളുകൾ. ഇവിടെയുണ്ട്, നമ്മളുടെ കേരളത്തിലുണ്ട് ഒരു വിഷകലയുണ്ട്. അവർ ഇതുവരെ വായ തുറന്നുകൊണ്ട് ഒരു നാമം ജപിച്ചായിട്ട് കേൾക്കുന്നുണ്ടോ? അവർ വായ തുറന്നുകൊണ്ട് ഇവിടുത്തെ മതസൗഹാർദ്ദത്തെക്കുറിച്ച്, ഇന്ത്യ ഹിന്ദുവിൻ്റെ മാത്രമല്ല, ഇന്ത്യ പാഴ്സിയുടേതാണ്, ഇന്ത്യ സിന്ധിയുടേതാണ്, ഇന്ത്യ ദ്രാവിഡന്മാരുടേതാണ്, ഇന്ത്യ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയാണ്, കൂട്ടത്തിൽ ഹിന്ദുക്കളുടെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും അവരെ മനുഷ്യന്മാരായിട്ട് കാണാൻ കഴിയില്ല. ഹിന്ദുവിൽ തന്നെയുള്ള അടിസ്ഥാന വർഗങ്ങൾ അവർ മനുഷ്യന്മാരായിട്ട് കാണുന്നുണ്ടോ? ദളിത് വംശജരെ മനുഷ്യന്മാരായിട്ട് കാണുന്നുണ്ടോ? അപ്പം ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും ഹിന്ദു എന്നൊരു വാക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കും. കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള BJPക്കാരുടെ പ്രസംഗങ്ങളിൽ മുഴുവൻ അവർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ 108 വട്ടെങ്കിലും നാമജപം വേണമെന്ന്. നാമജപം ചെയ്യ ഹിന്ദു എന്നുള്ള പേര്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് പേര് ഇടുന്ന പോലെ എന്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ ഇവരെന്തിനാ ഹിന്ദുക്കളുടെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നത്? ഇവരെ ഹിന്ദുക്കൾക്ക് ഏറ്റവും കൂടുതൽ കേരള ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല, തമിഴ്നാട് ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല, കർണാടക ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല, ആന്ധ്രാപ്രദേശ് ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല, ദക്ഷിണേന്ത്യക്കാർക്ക് ആർക്കും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഇന്ത്യയുടെ മൊത്തം സ്ഥിതി എടുത്താൽ 32% ഹിന്ദുക്കൾക്കാണ് ഇന്ന് ഇവരോട് ഇഷ്ടമുള്ളൂ, ബാക്കി ആരോടും ഇവർ ഇഷ്ടമല്ല. എന്നാലും ഇവർ ചില സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ, ചില തന്ത്രങ്ങളുടെ പേരിൽ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തീവ്രമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ, ഭീഷണി. അതാണ് തീവ്ര ഹിന്ദു നേതാവായിട്ടുള്ള സാധ്വി പ്രാചി പറഞ്ഞിട്ടുള്ളത്. 35 കഷ്ണങ്ങളാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ 35 കഷ്ണങ്ങളുടെ കണക്കെന്നറിയില്ല. ഇനി വേദത്തിലോ ഇവരുടെ ഹിന്ദുത്വവാദികളുടെ ഏതെങ്കിലും ഇതിൽ 108 എന്നൊക്കെയും കേട്ടിട്ടുണ്ട്. 18, 108, 41, അതിൽ 35 എന്താണ് പ്രാധാന്യം എന്നറിയില്ല. പ്രയാഗ്രാജ് സാധ്വി പ്രാചി, ഇത് മൊണാലിസയുടെ കാര്യത്തിൽ മാത്രമല്ല, അവർ വായ തുറന്നു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ വിഷകല, നല്ല പേരതാ, ഇന്ത്യൻ വിഷകല, അതാണ് സാധ്വി പ്രാചി. കേരള വിഷകലപ്പുഴ വേറെയാണ്, അത് നമുക്കറിയാലോ ആരാണെന്ന്. മൊണാലിസയ്ക്ക് ഉടൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആയിക്കോട്ടെ, അവർ വിവാഹം കഴിച്ചോട്ടെ, അവൾ ഗർഭിണിയായിക്കോട്ടെ, അവൾ പ്രസവിച്ചോട്ടെ, അവളെ ഉപേക്ഷിച്ചോട്ടെ, അവൾക്കും ജീവിക്കാൻ മാർഗങ്ങളായല്ലോ. അതിനെന്തിനാ മറ്റുള്ളവർക്ക് ഇത്ര വിഷമം? അവളുടെ വരുമാനം നിലയ്ക്കുമ്പോൾ മൃതദേഹം 35 കഷ്ണങ്ങളായിട്ട് കണ്ടെത്തുമെന്നാണ് സാധ്വി പ്രാചിയുടെ പരാമർശം.
ശ്രദ്ധ വാൽക്കർ കൊലപാതക കേസിന് സമാനമായിട്ടുള്ള രീതിയിൽ മൊണാലിസയുടെ മൃതദേഹം ഒരു റെഫ്രിജറേറ്ററിൽ കണ്ടെത്തി വരുമെന്നും അവർ പറഞ്ഞു. ഈ ഭ്രാന്തിയായിട്ടുള്ള ഈ സന്യാസിനി വേഷധാരിയായിട്ടുള്ള സ്ത്രീ ഇപ്പോഴും എവിടെയാണെന്ന് അറിയാമോ? പരസ്യമായിട്ട് ജയിലിനകത്തല്ല. അതാണ് ഇന്ത്യ. ഇങ്ങനെയുള്ളൊരു കാര്യം ഏതെങ്കിലും വിദേശ പല രാഷ്ട്രങ്ങളിൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് കടന്ന് ജീവിക്കാൻ പറ്റുമോ വാസ്തവത്തിൽ? പക്ഷെ ഇന്ത്യയിൽ അത് സാധിക്കും. കാരണം കാവ്യ വസ്ത്രം ഉടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ പോലും അവിടെ തലകുനിക്കുമെന്ന് അർത്ഥം. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കേരളത്തിൽ കണ്ടില്ലേ, വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ വിശ്വാസികൾ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ, അതല്ല ഞങ്ങളാണ് പരമ്പരാഗത വിശ്വാസികളെന്ന് പറഞ്ഞ് BJPക്കാർ, അതല്ല അതിന് മേലെ അതുക്കും മേലെ എന്ന് പറഞ്ഞ് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളുടെ കാല് നക്കി നടക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ യുവതികൾ കയറാൻ പാടില്ല എന്ന് ഇനി യുവതികൾക്ക് കയറാൻ അവകാശമുണ്ട്, അവർക്ക് കയറുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെന്ന് ഇനി സുപ്രീം കോടതി പറഞ്ഞാലും ഇവിടുത്തെ ഗവൺമെൻറ് സമ്മതിക്കുന്നു തോന്നുന്നില്ല. വിശ്വാസികൾ ചെയ്യുന്ന എല്ലാ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള പദ്ധതികൾക്കും കൊട പിടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ നവോത്ഥാന ഗവൺമെൻറ് വരെ. ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തും പറയാം. കാവ്യവസ്ത്രം ധരിച്ചാൽ എന്തും പറയാം, ആരും നോക്കില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവരെ 35 കഷ്ണങ്ങളായിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമെന്ന്. ഈ ബന്ധത്തെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, ഒരു മുസ്ലിമോ ഒരു ഹിന്ദു, അതിൽ മുസ്ലിം ആൺകുട്ടിയാണെങ്കിൽ ഉടനെ തന്നെ ലവ് ജിഹാദ. പ്രേമമല്ല, പ്രണയമല്ല, കല്യാണമല്ല, ലവ് ജിഹാദ്. ഫർമാൻ ഖാൻ ഹിന്ദു മതത്തിൽ പരിവർത്തനം ചെയ്ത് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ സമൂഹം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നെന്നും പരിഹസിച്ചു. ഒരു മുസ്ലിമും എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുമെന്നല്ലാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1000 ഹിന്ദുക്കൾ മുസ്ലിം ആയാലും ഒരു അര മുസ്ലിം ഹിന്ദു ആവില്ല. എന്തിനാണ് ചളമായിട്ടുള്ള യാതൊരു അർത്ഥങ്ങളുമില്ലാത്ത അഴിച്ചിട്ട കാളകളെ പോലെ നടക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് എന്തിനാണ് കയറി വരുന്നത്? മുള്ളുമുരട് മൂർക്കം പാമ്പിനെയും കല്ലിനെയും അർത്ഥമുണ്ട് അതിനകത്ത്. പക്ഷെ ഇവരെ സംബന്ധിച്ച് അർത്ഥമില്ലാതെ അതിൻ്റെ മേലെ കൊണ്ടുവന്ന് പാലും വെള്ളവും തളിച്ച് കോടികൾ മുടക്കി അതിന് സ്വർണ്ണ കിരീടം കൊണ്ടുവച്ച് ഇങ്ങനെ ഒരു മതത്തിലേക്ക് ഏത് മുസ്ലിം കയറി വരാനാണ്? അവർക്ക് അവരുടെ രീതികളുണ്ട്, ചിട്ടകളുണ്ട്, വട്ടങ്ങൾ, അത് പഠിക്കുന്നുണ്ട്, അതിൽ കൃത്യതയുണ്ട്. അഴിച്ചിട്ട കാണകളല്ല. ആയതുകൊണ്ട് തന്നെ ഫർമാൻ ഖാൻ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരിക എന്നൊരു സംഭവം ഉണ്ടാവില്ല. ഇനി വേണമെങ്കിൽ നമ്മളുടെ മൊണാലിസ പെൺകുട്ടി അവൾ വേണമെങ്കിൽ മുസ്ലിമായിട്ട് മാറും. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു. ആ പെൺകുട്ടി നമ്മൾ പറയും വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയാണെന്ന്, പക്ഷേ വിവരമുണ്ട് ആ പെൺകുട്ടി. വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാര്യം ആ കുട്ടി വിവരമുണ്ട്. ആ കുട്ടി പറഞ്ഞു മുസ്ലിം ആയാലെന്താ, ഹിന്ദു ആയാലെന്താ, ധർമ്മമാണല്ലോ വലുതെന്ന്. ഞാൻ വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആ കുട്ടിയുടെ കാൽപാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ചെയ്തത്. ഇതാണ് 4.5 വർഷം വേദാന്തം പഠിക്കാൻ പോയിട്ട് അവസാനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ധർമ്മമാണ് വലുത്, സനാതനമായിട്ടുള്ള ധർമ്മമാണ് വലുത്. അല്ലാതെ മുസ്ലിം ആയി കഴിഞ്ഞാൽ ധർമ്മം വേണ്ടെന്നില്ല, ക്രിസ്ത്യാനി കഴിഞ്ഞാൽ ധർമ്മം വേണ്ടെന്നില്ല, ഹിന്ദു ആയി കഴിഞ്ഞാൽ ധർമ്മം വേണ്ടെന്നില്ല, മനുഷ്യനായി കഴിഞ്ഞാൽ ധർമ്മം വേണ്ട എന്നില്ല. ധർമ്മം എല്ലാ മതത്തിലും ധർമ്മമാണ് വലുത്, മൂല്യങ്ങളാണ് വലുത്, ആചാര ഉപചാരങ്ങളെക്കാൾ വലുത്. ആചാര ഉപചാരങ്ങൾ ആ മൂല്യത്തെ മനസ്സിൽ അന്തരംഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആചാര ഉപചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പഠന പാഠങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ആ കുട്ടി പറഞ്ഞാണ് ശരി, മുസ്ലിം ആയതെന്താ, ക്രിസ്ത്യാനി ആയെന്താ, ഹിന്ദു ആയെന്താ, ധർമ്മമാണല്ലോ വലുത്. ഇവരെ ധർമ്മത്തിൽ നിന്ന് വിട്ട് എന്തൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്? ഇപ്പം പറയുന്ന പ്രായമായിട്ടില്ലെന്ന്. ഇവരെ പ്രായമായിട്ടില്ല പോലീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ പോലീസ് ആ കടലാസും വാങ്ങിച്ച് അതിൻ്റെ മേലെ ഒരു മാർബിൾ കഷ്ണോടെ കയറ്റി വെക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും സമയവും കഴിയും. അപ്പോഴേക്കും ഇവർക്ക് പ്രായപൂർത്തിയായി. ഈ പ്രായപൂർത്തി ആയിട്ടില്ല തന്നെ പ്രായപൂർത്തി ആയിട്ടുണ്ടാകും. ഹിന്ദു പെൺകുട്ടികളെ പ്രണയത്തിൽ വശീകരിച്ച് ചതിയിൽപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. സാധ്വി പ്രാച്ചി ആരോപിച്ചു. തിരിച്ചങ്ങനെ ചെയ്യാലോ. സാധ്വി പ്രാച്ചിയുടെ ഭ്രാന്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മുസ്ലിം പെൺകുട്ടികളെ വശീകരിച്ച് ചതിയിൽപ്പെടുത്തി ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുപോവാ, ധൈര്യപ്പെട്ടി കൊണ്ടുപോവാ. എന്തായാലും പറയാം, നമ്മളുടെ ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റുകൾ, ഷണ്ടന്മാർ,
ക്ലീബന്മാര്, അങ്ങനെയുള്ള ഈ ജന്തു ആമ്പിള്ളേരൊപ്പം ഏത് പെൺകുട്ടിയാണ് കയറി വരിക? ആരും ഒരിക്കലും അവിടെ പറഞ്ഞു ഇവരെ ഏറ്റവും വലിയ മോഹം പണ്ട് കൊടിയേറ്റം സിനിമയിലെ കൊടിയേറ്റം ഗോപി അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഒരു ലോറിയിൽ കിളിയാകണമെന്ന്. അതുപോലെ ഇവിടെയുള്ള ജന്തു പിള്ളേരെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയാമോ? ഓട്ടോറിക്ഷ ഡ്രൈവറാവണമെന്ന്. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കൂട്ടത്തിനിടയിലേക്ക് കയറി വരാൻ ഒരു മുസ്ലിം കുട്ടി തയ്യാറാവില്ല. എന്തിനേറെ കേരളം വിട്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂരാകട്ടെ, ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി, ബോംബെയിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി, കൽക്കട്ടയിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി, അല്ലെങ്കിൽ ഡൽഹിയിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി ആരെയും വിവാഹം കഴിക്കാൻ തയ്യാറാണ്. മറാഠി വിവാഹം കഴിക്കും, പഞ്ചാബി ആൺകുട്ടിയെ വിവാഹം കഴിക്കും, ഹരിയാനക്കാരനെ വിവാഹം കഴിക്കും, ബംഗാളി വിവാഹം കഴിക്കും. പക്ഷേ മല്ലു ആൺകുട്ടികളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ വായ തുറന്ന് സംസാരിക്കാറിയില്ല. എന്താ നിൻ്റെ പേര് ചോദിച്ചാൽ അയാം മൈ ഓ എന്ന് പറഞ്ഞിട്ട് ഭാഷകൾ പോലും അറിയില്ല. ഹിന്ദി അറിയില്ല, അവിടെ മലയാളം അറിയാം. മലയാളം ഇങ്ങനെ പറയാതിരിക്കും. അങ്ങനെ മലയാളം പറയുന്ന ഒരു സാധനം ഇങ്ങനെ കുഴഞ്ഞ മഴ അതും അറിയാത്ത സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ ആ അറ്റം വരെയുള്ള ഒരു സ്വരം പോലും മനസ്സിലേക്ക് കയറാത്തൊരു വർഗമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഈ ജന്തുവർഗം. ആയതുകൊണ്ട് തന്നെ ഇവരെത്ര ശ്രമിച്ചാലും ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികളെ കാണുമ്പോൾ പ്രേമിച്ചെന്നിരിക്കും. ഇനി എൻ്റെ പെങ്ങളാണ് ഞങ്ങൾക്ക് പെൺകുട്ടിയെ കുറ്റം പറയില്ല. കാരണം ഇന്നിപ്പോൾ മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴും പറഞ്ഞു ഒക്കെയും മറ്റും നമ്മുടെ ഷാറൂഖ് ഖാൻ പിന്നെ 3 ഖാൻമാരുണ്ടല്ലോ അവിടെ, അതുപോലത്തെ പിള്ളേരാണ് അവിടെയുള്ള പിള്ളേർ. നല്ല അന്തസ്സും അഭിയാത്തും സംസ്കാര സമ്പന്നരാണ് അവർ. അത് ഏറ്റവും രസം. ഞാൻ കേരളത്തിൻ്റെ തൃശ്ശൂരിൽ നിന്ന് വടക്കുള്ള ഭാഗത്തേക്ക് ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമിന് പോകാറുണ്ട്. കാരണം ഒരാൾ പോലും മുഖത്ത് നോക്കിയിട്ട് വളരെ കളന്ന് പറയില്ല. നേരത്തെ തെക്കൻ കേരളത്തിൽ പോയ ഈ ജന്തുവർഗ്ഗങ്ങൾ എന്നെ കണ്ട അവർക്ക് സമാധാനമായി. ഈ ജന്തുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. വളരെ കളന്ന് വലിയ സമാധാനമായി അവർക്ക്. അങ്ങനെ ഒരു വർഗമാണത്. അപ്പം ആയതുകൊണ്ട് തന്നെ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ചിട്ടല്ല അവർ ചെന്ന് കയറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചേട്ടാ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഇക്ക എന്നും പറഞ്ഞ് അവരവിടെ ഒരു നല്ലൊരു ലോകം കണ്ടെത്തുക. തിരിച്ചൊരു മുസ്ലിം പെൺകുട്ടികളെ ഇവർ മുക്കറ താങ്ങി ശ്രമിച്ചാലും ആനാസുകാരിട്ട് പിടിച്ചു വലിച്ചാലും ഒരു മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വരില്ല. ഹിന്ദു ധർമ്മം എന്നൊരു ധർമ്മമല്ല, ഹിന്ദുത്വവാദികളുടെ കൂട്ടത്തിലേക്ക് വരില്ല. ഈ ജന്തുക്കളുടെ കൂട്ടത്തിലേക്ക് വരില്ല 100% വരില്ല. അപ്പം ഇവിടെ മദ്രസകളിൽ നൽകുന്ന പരിശീലനത്തെക്കുറിച്ച് മൊണാലിസയ്ക്ക് അറിവില്ലെന്നും അവർ പറഞ്ഞു. ഇവർക്ക് മാത്രമേ അറിവുള്ളൂ. മൊണാലിസ ഇപ്പം ആരാ? ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ലോകവുമായിട്ട് ചേരുമ്പോൾ അറിവുണ്ടാവുക. അതിൻ്റെ BSc പഠിച്ചു, BA പഠിച്ചാൽ അറിവുണ്ടാവണമെന്നില്ല. ഹിന്ദു കുടുംബങ്ങൾ തങ്ങളുടെ കുട്ടികളെ സംസ്കാരത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം. ആരാ ബോധവൽക്കരിക്കുക? ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാ ബോധവൽക്കരിക്കേണ്ടത്. ഞങ്ങൾ പുറത്ത് കിടന്നാൽ ദേ പോണ ഒരു കള്ള സന്യാസി, ദേ പോണ ഒരു തായോളി സന്യാസി, ദേ പോണ ഒരു പുലയാടി സന്യാസി എന്ന് പറയുന്നവരല്ലേടി പ്രാചി നിന്റെ സംഘപരിവാർ മക്കള് അങ്ങനെ പറയുന്നവരല്ലേ? പിന്നെ ആരാടി നിന്റെയൊക്കെ ആൾക്കാരെ ഈ ജന്തുക്കളെ ബോധവൽക്കരിക്കാൻ ആരുണ്ടടി? ഉണ്ട്. ഇവിടെയുള്ള ആനവെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നെന്നുതുള്ളൽ, സിനിമാറ്റിക് ആട്ടം, റിമി, ടോമി, ഇവരൊക്കെയാണ് ഇപ്പോൾ വേറെ ഒരുത്തി വന്നിട്ടുണ്ട്. അണ്ണൻ രാജൻ, അന്നയോ ഒരു സാധനമുണ്ട്, 70 കിലോ ഇറച്ചി കഷ്ണം എന്നാണ് അതിന് പറയുക. ഇവരൊക്കെയല്ലേ നിങ്ങളെ ബോധവൽക്കരിക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെയല്ലേ ബോധവൽക്കരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയും ഹിന്ദുക്കളെ ബോധവൽക്കരിക്കണം. ആര് ബോധവൽക്കരിക്കും? കേരളത്തിൽ 40,000 ക്ഷേത്രങ്ങളുണ്ട്. ഈ 40,000 ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നമ്മൾ പിഴിഞ്ഞെടുത്താൽ, നമ്മൾ മുണ്ട് പീഡനം പിഴിഞ്ഞെടുത്താൽ അതിൽ 1/2 ഗ്രാം പോലും ഗീതയുണ്ടാവില്ല. അതേ സമയത്ത് അച്ചായൻ്റെ അച്ചായത്തി, ചാലക്കുടി അഭിസാരികയുടെ സൂപ്പർ നാടകം, അതൊക്കെ നടത്താൻ ഇവർ തയ്യാറാണ്. അതിന് ലക്ഷങ്ങൾ മുടക്കാൻ ഇവർ തയ്യാറാണ്. അമ്പലക്കാർ തയ്യാറാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ജന്തുക്കളെ ബോധവൽക്കരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ താമസിക്കുന്നവർ കുരങ്ങന്മാരുണ്ട്. അവരെ MBBSന് കൊണ്ട് ചേർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ 5 വർഷം കൊണ്ടായിന്ന് വരില്ല, 10 വർഷം കൊണ്ട് ചിലപ്പോൾ ഒരു ഡോക്ടർമാരായിന്ന് വരും. പക്ഷെ ഒരു ജന്തുവിനെ ഗീത പഠിപ്പിക്കുക, ഒരു ജന്തുവിനെ ഉപനിഷത്ത് പഠിപ്പിക്കുക, അത് നടപ്പുള്ള കാര്യമല്ല. അവിശ്വാസികളെ അകറ്റി നിർത്താൻ കുട്ടികളുടെ കഴുത്തിൽ പന്നിപ്പല്ല് ധരിപ്പിക്കണമെന്നുള്ള വിചിത്രമായ കാര്യങ്ങളും അവർ പറഞ്ഞു.
പന്നിയുടെ പല്ല് ധരിച്ചാൽ ഹിന്ദു പെൺകുട്ടികളുടെ കഴുത്തിൽ പന്നിയുടെ പല്ല് ധരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അകന്ന് നിൽക്കൂത്രേ. അവരകന്ന് നിൽക്കൊന്നുമില്ല, ആ പല്ലെടുത്ത് അവർ കളയും. എന്നിട്ട് ആ മുസ്ലിം പെൺകുട്ടി ഇഷ്ടം കല്യാണം കഴിച്ചു കൊണ്ടുപോകും. മൂഞ്ചിക്കോ. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഭാവിയിൽ സമൂഹത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സമൂഹത്തിനല്ല, ജന്തുക്കൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജന്തുക്കൾക്കാണല്ലോ ഈ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാച്ചി എന്ന് പറയുന്ന പ്രാന്തത്തിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് 1.5 വർഷമായിട്ട് പ്രണയത്തിലായിരുന്ന മൊണാലിസയും ഫർമാനും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് കേരളത്തിലേക്ക് എത്തിയത്. കാരണം എന്താ കേരളത്തിലെത്താനുള്ള കാരണം എന്താ? ഇവിടെ ദേവണൊരു മുസ്ലിം, ദേവണൊരു ഹിന്ദു എന്നാരും പറയില്ല. ഒരു പള്ളിയിൽ കയറി ചെന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയാൻ ഹിന്ദുവിന് ഇവിടെ കഴിയും, എനിക്കും കഴിയും. ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് അവിടെ പള്ളികളുടെ മുമ്പിൽ പോകുമ്പോൾ അവിടുത്തെ വലിയൊരു ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ സുഹൃത്ത് റഹീമും കൂടി അവിടെ പോയത്. അവിടെ പോകുമ്പോഴും അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ എനിക്ക് അറബിയിലെ പ്രാർത്ഥന അറിയില്ല. ഞാൻ അവിടെ പോകുമ്പോൾ എന്താ ചെയ്യുക? കൃഷ്ണ ഗുരുവായൂരപ്പ. അവിടെയുള്ള വൃത്തിയും വെടുപ്പുള്ള അവിടെയുള്ള ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ അറിയാതെ കൃഷ്ണ ഗുരുവായൂരപ്പ ഏതേ പറയാറുള്ളൂ. ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് അള്ളാഹു എന്നുള്ള പേരും വെച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട് അവിടെ പോയാലും ഞാൻ അള്ളാഹുവിന് ഞാനിട്ട പേരാണ് കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ അള്ളാഹു കേൾക്കില്ലേ? അത് പറയാൻ പാടില്ലെന്ന് അള്ളാഹു പറയോ? അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവാണ്. അപ്പോൾ ഞാൻ അങ്ങനെയും പ്രാർത്ഥിക്കും. ഒരു ഹിന്ദുവിന് അത് സാധിക്കും. ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മറ്റേ വീട്ടുകാരെ എതിർപ്പിനെ അപ്പം കേരളത്തിൽ വരാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ ഒരു മുസ്ലിം ഓണം ആഘോഷിക്കും. ഏതൊരുത്തൻ ദുബായിലിരുന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികൾ എന്തായാലും പറയുക മറ്റേ മുസ്ലിങ്ങൾ ക്രിസ്മസ് വരുമ്പോൾ അവരവിടെ നക്ഷത്രം കെട്ടി തൂക്കും. ഹിന്ദുക്കൾ റംസാൻ കഴിഞ്ഞ് അവരുടെ പെരുന്നാൾ വരുന്ന സമയത്ത്, റംസാൻ കഴിഞ്ഞാലാണല്ലോ റംസാൻ പെരുന്നാൾ. നമ്മളൊക്കെ റംസാൻ മാസത്തിൽ അതിൽ ഉപാസന മറ്റു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റംസാൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മൊഹറം ആണെന്ന് തോന്നുന്നത്. അന്ന് അവിടെ അവരുടെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഒരു ഹിന്ദു വീട്ടിലും ആഹാരം വയ്ക്കില്ല. കാരണം എന്താ? അപ്പുറത്തെ വീട്ടിലെ പാത്തുമ്മയും ഇപ്പുറത്തെ വീട്ടിലെ മെഹറൂനിസിയും എന്ന് പറയും, കല്യാണിക്കുട്ടിയമ്മേ, കല്യാണിയമ്മേ, അല്ലെങ്കിൽ അമ്മേ, അല്ലെങ്കിൽ ചേച്ചി, ഇന്ന് ഞങ്ങൾ ആഹാരം കൊണ്ടുവരാട്ടോ. സന്തോഷമായിട്ട് കഴിക്കും. ഒരു വെറൈറ്റി ഓഫ് ഫുഡ്. അതുപോലെ തന്നെ ഓണം വരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ പത്തുമ്മേ നോണാണ് കേട്ടോ, 10 ദിവസം അവിടെ ആഹാരം വെക്കണ്ട, അവരും കഴിക്കും. ഒരു വെറൈറ്റി. എന്നും ഇറച്ചി മീനും കഴിച്ച് സാമ്പാർ, പച്ചടി, കിച്ചടി, അവർക്ക് വെറൈറ്റി. അത്തരം ഒരു സ്ഥലം നവോത്ഥാന കേരളത്തിലേക്ക് അവർ ഓടി വന്നത് തെറ്റിപ്പോയില്ല എന്നർത്ഥം. ഇവിടെ വന്നപ്പോൾ ആരാണ് സ്വീകരിച്ചത്? മന്ത്രിമാരാണ് വന്ന് സ്വീകരിച്ചത്. ഗോവിന്ദമാഷാണ് വന്ന് സ്വീകരിച്ചത്. മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന ആളാണ് ഗോവിന്ദൻ മാഷ്. ശിവൻകുട്ടിയാണ് വന്ന് സ്വീകരിച്ചത്, മറ്റേ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻ. അപ്പോൾ അവർക്ക് വന്നിടം തെറ്റിയില്ലെന്നർത്ഥം. ഈ സംഭവം അവിടെ ആയിരുന്നെങ്കിലോ ഈ പറയണ ഭ്രാന്തത്തി പ്രാച്ചി പറഞ്ഞ പോലെ 35 കഷ്ണം ആയേനെ. അതിൽ യാതൊരു സംശയമില്ല. 35 കഷ്ണമായേനെ. 35 അതും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റിയല്ലേ അവർ. ഏതായാലും ഇവിടെ വന്നു. വീട്ടുകാർ എതിർപ്പാണ്, പ്രശ്നമാണ്. 35 കഷ്ണമാക്കുമെന്നറിയാം. തങ്ങളുടെ വിവാഹത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. പോലീസുകാർ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് 18 വയസ്സായോ? അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നു, ആധാർ കാർഡ് കൊണ്ടുവന്നു. അവർ ഒത്തു നോക്കി 18 വയസ്സായി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? കല്യാണം കഴിച്ചു. അവരെല്ലാ കാര്യങ്ങളും എല്ലാവരും വിളിച്ചു പറഞ്ഞു. ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ തൊട്ടടുത്ത് പള്ളിയിൽ വെച്ച് നടത്താമായിരുന്നു. ഒരു കുഴപ്പമില്ല. പള്ളിയിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ കുഴപ്പം. അമ്പലത്തിൽ പോയിട്ട് അവർ താലി ചാർത്തി എല്ലാവർക്കും ബൊക്കെ കൊടുത്തു. ഇനി അവരോട് താമസിക്കാൻ പോവുക. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ 30 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്തിൽ ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു സുഹൃത്ത്, അദ്ദേഹം 30 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി വീട് കെട്ടേണ്ട കാര്യമല്ലേ, അവരെനിക്ക് അക്കൗണ്ട് തന്നാൽ 1000 രൂപ ഞാനും കൊടുക്കും. എൻ്റെ ഉണ്ടായിട്ടല്ല എങ്കിലും 1000 രൂപ എൻ്റെ ഒരു സന്തോഷത്തിന് 1000 രൂപ ഞാൻ കൊടുക്കും. ഇതൊക്കെയാണ് കേരളത്തിൽ വേണ്ടത്. ദിസ് ഈസ് കേരള സ്റ്റോറി. ദിസ് ഈസ് കേരള സ്റ്റോറി. ഇതാണ്ടാ കേരള സ്റ്റോറി. ഇതാണ്ടാ കേരള സ്റ്റോറി. പഠിക്ക്. ഉത്തരേന്ത്യക്കാർ പഠിക്കട്ടെ. ഇവിടെയുള്ള വിഷകലയും അവിടെയുള്ള ഭാരതീയ വിഷകലയും ഇവിടെയുള്ള കേരളീയ വിഷകലയും ഇത് കണ്ടിട്ടിങ്ങനെ ചൊറിഞ്ഞ് മാന്തി അവിടെ കുഷ്ഠരോഗമാക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ 2 വിഷകലന്മാരും അവരുടെ ആൾക്കാരും. ഏതായാലും
പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. ഞാൻ മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇത് ലവ് ജിഹാദ് അല്ലെന്നും ആ മൊണാലിസ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പോലീസുകാർ പറഞ്ഞു നിങ്ങൾ മതം മാറി എന്ന് പോലെ. 18 വയസ്സായോ? നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ. വിവാഹം കഴിച്ചു. ഏതായാലും കേരള പോലീസ് സംരക്ഷണം ലഭിച്ചു. അത് കേരള പോലീസിൻ്റെ മഹിമ. സംരക്ഷണം ലഭിച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞു. ഇങ്ങനെ ഈ സംഭവം പുറലോകം അറിഞ്ഞു. അതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചൊറിയാനും മാന്താനും ആൾക്കാർ വന്നേനെ. ഏതായാലും നിലവിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വിവാഹം വലിയ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. സാധ്വി പ്രാച്ചിയുടെ പ്രസ്താവനകൾക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ ഉയരുന്നുണ്ട്. അത്രയും നല്ലത്. ഏതായാലും നവദമ്പതികൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയുമായിട്ട് അല്ല കേരളത്തിൽ തുടരുന്നത്. അവർ ഹാപ്പിയാണ്. രണ്ടുപേരും ഹാപ്പിയാണ്. പ്രാവച്ചമ്പലത്തിൽ അവർക്ക് കിട്ടിയ സ്ഥലത്ത് അവർ ഉടനെ തന്നെ വീട് പണിയും. അവിടെ സന്തോഷമായിട്ട് അവർ താമസിക്കും. അവർക്ക് എല്ലാ വിധത്തിലുള്ള എന്തായാലും പറയാം മറ്റേ സന്തോഷങ്ങളും ആശംസിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ തമ്മിൽ ഇഷ്ടമില്ലെങ്കിൽ, കുറച്ച് കാലം കഴിഞ്ഞ് ഇഷ്ടമല്ലെങ്കിൽ അവർ ഡൈവേഴ്സായിട്ട് പോട്ടെന്നേ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ. അതിനെന്തിനാടി കേരള വിശകലെ, എന്തിനാടി ഇന്ത്യൻ വിശകലെ നിങ്ങൾ ചൊറിഞ്ഞ് നിങ്ങൾ സാമാനം ഉണ്ടാക്കുന്നത്? നമസ്കാരം.